Dear students, so 5th module start ചെയ്യാണ്. 5th module mainly രണ്ട് മെയിൻ ടോപ്പിക്സ് ആണ് വരുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ വരുന്ന ടോപ്പിക്സ് ആണ് എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്, ഓവർലോഡിംഗ്, പോളിമോർഫിസം, ഡൈനാമിക് മെത്തേഡ് ബൈൻഡിംഗ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. Then scripting language is scoping rules, string and pattern manipulation, data types, object orientation. So നിങ്ങൾ ഓൾറെഡി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പിന്നെ ഓപ്സിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചതാണ്. സോ പുതിയതായിട്ടുള്ളത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ആണ് സിമുലാർ 67, സ്മോൾ ടോക്ക് 72, C++, മോഡുലാർ 3, ക്ലോസ്, ഈഫൽ, ഒബറോൺ, ജാവ, അഡ. ഓക്കെ, ഇതിൽ നിങ്ങൾ ജാവയും പിന്നെ C++ഉം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ abstraction. Abstraction is a process by which the programmer can associate a name with a potentially complicated program fragment, which can then be thought in terms of its purpose or function rather than its implementation. Okay, so എന്താണ് അബ്സ്ട്രാക്ഷൻ? നിങ്ങൾക്കറിയാം, ഒരു പ്രോഗ്രാമിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ജസ്റ്റ് ഒരു പേര് വെച്ച് അസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും അത് വരുവാണെങ്കിൽ നമ്മൾ ആ ജസ്റ്റ് ആ നെയിം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനെ കോൾ ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. 2 ടൈപ്സ് ഓഫ് അബ്സ്ട്രാക്ഷൻസ് ഉണ്ട്, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. എന്താ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് കാണും. നമ്മളതിനെ എന്തായിട്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ് റൂട്ടീൻ ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, എന്നിട്ട് ആ പ്രോഗ്രാമിലുള്ള എല്ലാ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസും ആ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ആ സബ് റൂട്ടീനകത്തായിരിക്കും ഹൈഡ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു വേരിയബിളിനകത്തോട്ട് ഒരു വാല്യൂ ഹൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട് നമ്മൾ 10 എന്ന് പറയുന്ന വാല്യൂ ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ simply, what do you mean by abstraction? Abstraction means the process by which a programmer can associate a name with a potentially complicated program fragment. Okay, so focus on the meaning, suppress the irrelevant implementation details. അതായത് ഒരു പ്രോഗ്രാമർ യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റിവീൽ ചെയ്യുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷൻ പോലുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്ത് വെക്കുന്നു. Assign names to complicated program fragment which does the same function. അത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ് ഒരു നെയിം അസോസിയേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു നെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഫങ്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം യൂസറിന് റിവീൽ ചെയ്യും, ബാക്കി ഇറവലൻ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഹൈഡ് ചെയ്യും. ഓക്കെ, the main advantages of data abstraction: it reduces the conceptual load for the programmer. It provides a method of fault containment by preventing the programmer from using code in an inappropriate way. It increases the independence among program components. Okay, ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എലമെൻറ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ മെയിൻലി ഉള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. എന്തൊക്കെയാണ്? ക്ലാസ്സും ഒബ്ജക്ട്സ്. ഓക്കെ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന്, ക്ലാസ് എന്നുള്ളതാണ് നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന കീവേഡ്. ദെൻ ക്ലാസ്സിൻ്റെ പേരാണ് സ്റ്റുഡൻറ്റ്, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടോ അത് എഴുതുന്നു, പിന്നെ മെമ്പർ ഫങ്ഷൻസ് എഴുതുന്നു, അല്ല എന്നിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ക്ലാസ്. So, class is a user-defined data type. It includes data members and member function. User-defined data type എക്സാമ്പിൾ ആണ് എന്ത്, ക്ലാസ്. യൂസറിന് ഡിഫൈൻ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് നമുക്ക് ഇഷ്ടമുള്ള പേരിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ യൂസർ ഡിഫൈൻ ചെയ്യുന്നൊരു ഡേറ്റ ടൈപ്പാണ് എന്നു പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത്. അത് മെയിൻലി 2 കമ്പോണൻസ് ഉണ്ട്, ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസ്. എന്തൊക്കെ ഡേറ്റയാണോ അത് കൊടുക്കണം, അതിനാണ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് വെച്ച് ആക്സസ് ചെയ്യുന്ന ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇൻറ്റ് പിന്നെ ഏജ്, മാർക്ക്, പിന്നെ ഫങ്ഷൻസ്, ഡേറ്റ മെമ്പേഴ്സ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് വെച്ച് നമ്മൾ അറ്റൻഡൻസ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ഓക്കെ, പാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ്, ഇതൊക്കെയാണ് മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ക്ലാസ് ഇസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ്. ഡേറ്റ ഐറ്റംസ് ടു ബി മാനിപ്പുലേറ്റഡ് ആർ ഓബ്ജക്ട്സ്. അതായത് ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഓബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആൻഡ് ഇൻ ഓർഡർ ടു ആക്സസ് ദ ക്ലാസ് വി ക്രിയേറ്റ് ഓബ്ജക്ട്സ്. ഓക്കെ, സോ ഓരോ ഓബ്ജക്ട്സിനും എന്ത് കാണും, അത് അതിൻ്റെ ക്ലാസ്സിലെ ഡേറ്റ മെമ്പേഴ്സും അതുപോലെ അതിൻ്റെ മെമ്പർ ഫങ്ഷൻസിനെ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ അല്ലേ. ഒബ്ജക്ട്സ് ആർ മെമ്പേഴ്സ് ഓഫ് ക്ലാസ്സസ്, ദാറ്റ് ഈസ് ക്ലാസ്സസ് ആർ ടൈപ്സ്. ഒബ്ജക്ട് ക്യാൻ സ്റ്റോർ ഡേറ്റ ഇൻ ഫീൽഡ്സ് ആൻഡ് ബിഹേവിയർ ഇൻ മെത്തേഡ്സ്. അതായത് ഒബ്ജക്ട്സ് എന്തൊക്കെ സ്റ്റോർ ചെയ്യും, ഡേറ്റ സ്റ്റോർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഫീൽഡ്, അതായത് ഡേറ്റ മെമ്പേഴ്സ്. അതുപോലെ തന്നെ എന്ത്, അതിൻ്റെ ബിഹേവിയർ, ദാറ്റ് മീൻസ് മെമ്പർ ഫങ്ഷൻസിനെ എവിടെ സ്റ്റോർ ചെയ്യും, മെത്തേഡ്സിലും സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഒബ്ജക്ട്സ് അതിൻ്റെ ഡേറ്റയെ എവിടെ ഫീൽഡ്, ഡേറ്റ മീൻസ് ഡേറ്റ മെമ്പേഴ്സിനെ ഫീൽഡ്സിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ബിഹേവിയർ അഥവാ മെമ്പർ ഫങ്ഷൻസിനെ എവിടെ സ്റ്റോർ ചെയ്യും, മെത്തേഡ്സിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, The main characteristics of most object-oriented programming system. ഒരുതപ്പെട്ട എല്ലാ object-oriented programming സിസ്റ്റത്തിൻ്റെയും മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്. ശരിക്കും ഒരുതപ്പെട്ട എല്ലാ object-oriented programming ലാംഗ്വേജിൻ്റെയും ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻകാപ്സുലേഷൻ ആണ്. അതൊക്കെയാണ് അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻകാപ്സുലേഷൻ. So encapsulation എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. wrapping up of data and member functions into an object is called encapsulation. Calling object does not need to know the details of how the service is accomplished. അപ്പോൾ encapsulation എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡേറ്റയും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, wrap-up ചെയ്യും. സോ ഒരു ക്ലാസ്സിനെ കോൾ ചെയ്യുന്ന ഓബ്ജക്ട്സിന് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ടതായിട്ടില്ല. ജസ്റ്റ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹൗ ഇറ്റ് ഗെറ്റ് ഇംപ്ലിമെൻറ്റഡ് എന്നുള്ള ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് മെമ്പർ ഫങ്ഷൻസ്, ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനെയും കൂടെ റാപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണിത് എൻകാപ്സുലേഷൻ. ഇൻഹെറിറ്റൻസ് അറിയാലോ, ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ന്യൂ ക്ലാസ് വിൽ ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടീസ് ഫ്രം ഇറ്റ്സ് പേരൻറ്റ് ഓർ ബേസ് ക്ലാസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ പോളിമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്, എനേബിൾ വൺ കോമൺ ഇൻ്റർഫേസ് ഫോർ മെനി ഇംപ്ലിമെൻറ്റേഷൻ ത്രൂ ഡൈനാമിക് മെത്തേഡ് ബൈൻഡിങ്. ഓരോന്നും എന്താണെന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്തായിട്ട് പഠിക്കും. So object-oriented programming languages include Java, C++, C#, Python, PHP, Ruby, Perl, Pascal, Objective-C, Dart, Swift, Scala, Common Lisp, and Smalltalk. The first object-oriented language was Simula 67. ഓർത്തുള്ള ഫസ്റ്റിലുള്ള object-oriented programming language ആണ് Simula 67. Smalltalk followed soon after the first pure object-oriented language. C++ support procedural and data-oriented programming. ADA 95 also support procedural and data-oriented programming. Close support functional programming. Scheme support functional programming. നമ്മൾ പഠിച്ചല്ലേ, സ്കീം ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ ആണ്, പ്രൊലോഗ് ലോജിക്കൽ പ്രോഗ്രാമിംഗിന് എക്സാമ്പിൾ ആണ്. ഓരോ മൊഡ്യൂളിൽ നിങ്ങൾ അതാണ് പഠിക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എക്സാമ്പിൾ ആണ് C++, മെയിൻലി നിങ്ങൾക്ക് അറിയാവുന്നത് C++ ആൻഡ് ജാവ. പിന്നെ ഇപ്പോൾ ഇത്രയും പേരുകൾ പഠിച്ചു, C# ആയാലും റൂബി ആയാലും PHP ആണെങ്കിലും എല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനും എക്സാമ്പിളാണ്. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് മെയിൻലി ഇതൊക്കെയാണ്: അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് മെത്തേഡ്, ബൈൻഡിങ്. ഓക്കെ, Encapsulation is an object-oriented programming concept that binds together the data and functions that manipulate the data. It hides the internal state of one object from the others. Encapsulation allows the programmer to group data and their subroutines that operate on them together in one place and to hide irrelevant details from the user. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്ത് ചെയ്യുന്നു, ഡേറ്റയെ അല്ലെങ്കിൽ ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനെയും കൂടെ എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻകാപ്സുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ, ഇൻറ്റേർണൽ സ്റ്റേറ്റിംഗ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇറവലൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മറ്റുള്ള യൂസേഴ്സിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, റിവീൽ ചെയ്യുന്നു. ഓക്കെ, എൻകാപ്സുലേഷൻ അലോ ദ പ്രോഗ്രാമർ ടു ഗ്രൂപ്പ് ഡേറ്റ ആൻഡ് ദ സബ് റൂട്ടീൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദം. ഡേറ്റയെയും അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു,
ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരൊറ്റ അടുത്താക്കി നിർത്തുന്നു. സോ എന്ത് ചെയ്യുന്നു, മെയിൻലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, മെയിൻ ഡീറ്റെയിൽസ് മാത്രം റിവീൽ ചെയ്യും, ഇറവലൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും യൂസേഴ്സ് ഐ ഡിയിൽ നിന്ന് ഹൈഡ് ചെയ്യും. ഓക്കെ, സ്മോൾ ടോക്ക് ആൻഡ് റൂബി ഒൺലി അലോ ആക്സസ് വയ ഒബ്ജക്റ്റ് മെത്തേഡ്. സ്മോൾ ടോക്ക് റൂബി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ആക്സസ് ഒബ്ജക്റ്റ് മെത്തേഡ്സ് വഴി മാത്രമേ ആക്സസ് പറ്റത്തുള്ളൂ. ഓക്കെ, C#, C++, C#, Delphi or Java offer the programmer a degree of control via keywords public and private. നിങ്ങൾക്കറിയാം, നമ്മുടെ C++ ആയാലും ജാവയിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമുക്കറിയാം അവിടെ ആക്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് പോലുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പ്രൈവറ്റ്, നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫങ്ഷനെ കോൾ ചെയ്യുകയാണ്. അപ്പോൾ അത് പ്രൈവറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പ്രൈവറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള ഫങ്ഷൻസിന് മാത്രമേ അത് കോൾ ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. പബ്ലിക് ആണെങ്കിലോ ഏത് ക്ലാസ്സിൽ എഴുതുന്നത് വെച്ചിട്ട് ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിലോ ആ ക്ലാസ്സും അതിനെ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ക്ലാസ്സിലുള്ളതിനെ പറ്റത്തുള്ളൂ. സോ C++, ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആക്സസ് സ്പെസിഫയേഴ്സ് ആയ ഏതൊക്കെയാണ്, പബ്ലിക്, പ്രൈവറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് പോസിബിൾ ആണ്. Some languages, Java for example, allow classes to enforce access restriction explicitly with the private and public keyword. Public and private access specific keywords വെച്ചിട്ട് ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആക്സസ് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്താണ് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓരോ അടുത്ത ടോപ്പിക്കിലായിട്ട് പറയുന്നുണ്ട്. Methods may also be designed public, private or intermediate level such as protector, which allow access from the same class and a subclass but not objects of a different class. Okay, so maybe there are 3 marks 4 marks ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻകാപ്സുലേഷൻ. അബ്സ്ട്രാക്ഷൻ സോൾവ് ദ പ്രോബ്ലം ഇൻ ദ ഡിസൈൻ ലെവലായിരിക്കും. എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലായിരിക്കും പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഹൈഡ് ചെയ്യുക, അൺവാണ്ടഡ് ഡേറ്റ ഹൈഡ് ചെയ്യുക, ഒൺലി റിലവൻറ്റ് ഡേറ്റ മാത്രം ഗീവ് ചെയ്യാം. എൻകാപ്സുലേഷൻ മീൻസ് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഡേറ്റയും അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയും കൂടെ റാപ്പപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നു. Abstraction lets you focus on what the object does instead of how it does. What does എന്നുള്ളതാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണത് ഹൈഡ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഔട്ടർ ലേ ഔട്ടാണ്. എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ ഇന്നർ ഡേറ്റ, മീൻസ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലായതുകൊണ്ട് തന്നെ ഇന്നർ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻകാപ്സുലേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് പ്രോഗ്രാം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് തന്നെ വീണ്ടും അടുത്ത ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്. ക്ലാസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് അക്കൗണ്ട് എന്ന് പറയുന്ന അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്താണ്? പ്രൈവറ്റ് ഡെസിമൽ അക്കൗണ്ട് ബാലൻസ് ഇസ് ഈക്വൽ ടു 100. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു, അതിനകത്ത് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു വീണ്ടും. എന്നിട്ട് അത് ആ അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? പ്രൈവറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വാല്യൂ 500 എന്ന് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അവിടെ അത് പ്രൈവറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്നത് അക്കൗണ്ട് ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഈ അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് അടുത്ത ഒരു മെമ്പർ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതാണ് ചെക്ക് ബാലൻസ്. അത് റിട്ടേൺ ചെയ്യുന്നത് അക്കൗണ്ട് ബാലൻസ് ആയിരിക്കും. നമ്മൾ ചെക്ക് ബാലൻസ് ഉള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് എത്ര ആണോ അതാണ് ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തത്. അതാണ് അക്കൗണ്ട് ബാലൻസ് ആയിരിക്കും ആ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലാസ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ക്ലാസ്, അതിനകത്ത് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിനകത്ത് പ്രൈവറ്റ് ആയിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ബാലൻസ് 500 എന്ന്. എന്നിട്ട് ഒരു മെമ്പർ ഫംഗ്ഷൻ, ഈ അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തൊരു മെമ്പർ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി മെയിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, മൈ അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, മൈ അക്കൗണ്ട്. മൈ അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ഇതിലാദ്യം കാണുന്ന ഈ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇതാ ക്ലാസ് നെയിമാണേ.
ക്ലാസ് നെയിമാണ്. ഇതാണ് ഒബ്ജക്റ്റ്. നമുക്കറിയാം എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ കോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ക്ലാസ് നെയിം, ദെൻ ഒബ്ജക്റ്റ് നെയിം. അപ്പോൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലാസ് നെയിം, ദെൻ മൈ അക്കൗണ്ട് എന്നുള്ളത് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ അക്കൗണ്ട്. പുതിയൊരു ഇതിലോട്ട് എടുത്ത് വെച്ചു. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡെസിമൽ മൈ ബാലൻസ് ഈസ് ഈക്വൽ ടു മൈ അക്കൗണ്ട് ഡോട്ട് ചെക്ക് ബാലൻസ്. അപ്പോൾ മൈ അക്കൗണ്ട് ഡോട്ട് ചെക്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ നേരെ എങ്ങോട്ട് പോകും? ആ ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പോകും. വേണ്ടേ, ഇങ്ങനൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നേരെ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്താ റിട്ടേൺ ചെയ്യുന്നത്? അക്കൗണ്ട് ബാലൻസ്. സോ അക്കൗണ്ട് ബാലൻസിലോട്ട് പോകും. ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ എന്താണത് പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. സോ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ, ഇവിടെ എന്താണോ എഴുതിയേക്കുന്നത് അത് അതുപോലെ പ്രിൻ്റ് ചെയ്യാനേ പറ്റൂ. അല്ലാതെ ഇതിനകത്തുള്ള ഈ വേരിയബിളിനകത്തുള്ള വാല്യൂവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മാറ്റം വരുത്താനായിട്ടോ പറ്റത്തില്ല. അതാണ് ഇവിടെ താഴെ എഴുതിയേക്കുന്നത്. ദിസ് മെയിൻ മെത്തേഡ്, ഇവിടെ ശ്രദ്ധിച്ചോണം, ദിസ് മെയിൻ മെത്തേഡ്, ഈ മെയിൻ മെത്തേഡ് ക്യാൻ ചെക്ക് ദ ബാലൻസ്. ഈ മെയിൻ മെത്തേഡിന് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? വയാ ദ പബ്ലിക് ചെക്ക് ബാലൻസ്. പബ്ലിക് ചെക്ക് ബാലൻസ് മെത്തേഡ് വഴി, ശ്രദ്ധിക്കാം, ഇതണ്ടേ, ഈ മെയിൻ മെത്തേഡിന് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഏത് വഴി? ഇത് പബ്ലിക്കായിട്ട് ആയതുകൊണ്ട് ഇതുവഴി ചെക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് കനോട്ട് മാനിപ്പുലേറ്റ് ദ വാല്യൂ ഓഫ് അക്കൗണ്ട് ബാലൻസ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. അതായത് ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന് ജസ്റ്റ് ഇങ്ങോട്ട് ആക്സസ് വരും. ആക്സസ് വരുമ്പോൾ അക്കൗണ്ട് ബാലൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ അക്കൗണ്ട് ബാലൻസിലോട്ട് വരും. പക്ഷേ ജസ്റ്റ് ഇതിന് ബാലൻസ് ചെക്ക് ചെയ്യാം, കാര്യം ഇത് പബ്ലിക്കായിട്ടാണ്. പക്ഷേ ഇവിടെ വരുമ്പം ഇതെന്താണ്, പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് ഇവിടെ വാല്യൂ അതുപോലെ പ്രിൻ്റ് ചെയ്യാനേ പറ്റൂ, അല്ലാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, ഇതാണ് എൻകാപ്സുലേഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, പബ്ലിക്കും പ്രൈവറ്റും വെച്ചിട്ട്. ഓക്കെ, ദിസ് മെയിൻ മെത്തേഡ് ക്യാൻ ചെക്ക് ദ ബാലൻസ് വയാ ദ പബ്ലിക് ചെക്ക് ബാലൻസ് മെത്തേഡ്. ഈ മെയിൻ മെത്തേഡിനകത്ത് മൈ അക്കൗണ്ട് ഡോട്ട് ചെക്ക് ബാലൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ട് ക്ലാസ്സിനകത്തിരിക്കുന്ന ചെക്ക് ബാലൻസ് മെത്തേഡ് വഴി ജസ്റ്റ് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് കനോട്ട് മാനിപ്പുലേറ്റ് ദ വാല്യൂ ഓഫ് അക്കൗണ്ട് ബാലൻസ്. പക്ഷേ ഏറ്റവും മേളിൽ കിടക്കുന്ന അക്കൗണ്ട് കാര്യം എന്താ, നിങ്ങളോട് ഒരു കാര്യം നോക്കണം. വേണ്ടേ, നമ്മളിവിടെ കോൾ ചെയ്യുന്നു. അപ്പോൾ നേരെ ഇത് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നേരെ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് പോകും. കാര്യം അവിടെയാണ് ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയേക്കുന്നത്. അത് റിട്ടേൺ ചെയ്യുന്ന എന്താണ്? അക്കൗണ്ട് ബാലൻസ്. ഉടനെ അപ്പോൾ ആദ്യം ഇങ്ങോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് ദേണ്ടേ അത് റിട്ടേൺ ചെയ്യുന്ന അക്കൗണ്ട് ബാലൻസ് ആയിട്ട് ഇവിടെ നേരെ കൺട്രോൾ ഇങ്ങോട്ട് പോകും. ഇവിടെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വാല്യൂ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് പ്രൈവറ്റ് ആയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡേറ്റ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എൻകാപ്സുലേഷൻ്റെ ഒരു C++ ഉള്ള എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഒരു എക്സാമ്പിളാണ് ഇവിടെ ജാവയിൽ പറഞ്ഞേക്കുന്നത്. ഇത് നോക്കാം. ഓക്കെ, താങ്ക് യു.